നമസ്കാരം. മലയാളി വാർത്തയിലേക്ക് സ്വാഗതം. നീറ്റ് പരീക്ഷ ചോദ്യപേപ്പർ ചോർന്നതുമായി ബന്ധപ്പെട്ട CJP നടത്തിയിട്ടുള്ള സമരം അത് വിജയം കണ്ടു, ചരിത്രം കണ്ടു എന്നതൊക്കെ നമ്മൾ കേട്ടു. പക്ഷേ ആ സംഭവം നടന്നതിന് ശേഷം ആരൊക്കെയാണോ സമരം നടത്തിയത്, ആരൊക്കെയാണോ ഇതിന് സെൻസിറ്റീവായിട്ട് സോഷ്യൽ മീഡിയയിൽ സജീവമായി നിന്നത്, അവരെയൊക്കെ അടിച്ചൊതുക്കാനുള്ള ശ്രമങ്ങൾ പലയിടങ്ങളിൽ നിന്നും തുടങ്ങിക്കഴിഞ്ഞു. അതിന്റെ ഏറ്റവും വലിയ പ്രധാനപ്പെട്ട ഒരു കാര്യം എന്ന് പറയുന്നത് അത്തരത്തിൽ സമരത്തിനിറങ്ങിയിട്ടുള്ള വിദ്യാർത്ഥികളെ അതിരൂക്ഷമായിട്ട് പരാമർശിച്ചുകൊണ്ട്, അതിരൂക്ഷമായിട്ട് അധിക്ഷേപിച്ചുകൊണ്ടുള്ള ചില വീഡിയോകൾ പുറത്തു വരുന്നു എന്നുള്ളതാണ്. അതിന്റെ ഒരു ഉദാഹരണമായിരുന്നു കഴിഞ്ഞ ദിവസം സോഷ്യൽ മീഡിയയിൽ ചർച്ചയായിട്ടുള്ള RSS നേതാവ് TG മോഹൻദാസിന്റെ വിവാദമായിട്ടുള്ള പരാമർശം. സമരം ചെയ്യാൻ വന്ന വിദ്യാർത്ഥികൾക്ക് നേരെ നിറയൊഴിക്കണമായിരുന്നു എന്നും അവരെ കൊല്ലണമായിരുന്നു എന്ന തരത്തിലുള്ള അതിഗുരുതരമായിട്ടുള്ള പരാമർശങ്ങൾ. ഇപ്പോഴിതാ പരാമർശത്തിൽ നടപടികൾ സ്വീകരിക്കുന്നു എന്നുള്ള വിവരങ്ങളാണ് പുറത്തുവരുന്നത്. VD സതീശൻ ഈ വിഷയത്തിൽ ഒരക്ഷരം മിണ്ടിയിട്ടില്ല എങ്കിൽ പോലും ആഭ്യന്തരത്തിന് കയ്യും കെട്ടി നോക്കി നിൽക്കാനാകില്ല എന്ന തരത്തിൽ കാര്യങ്ങൾ മുന്നോട്ടു പോവുകയാണ്. ആഭ്യന്തരമന്ത്രി രമേശ് ചെന്നിത്തലയുടെ കൃത്യമായിട്ടുള്ള ഉത്തരവിന്റെ പ്രകാരം നല്ല കടുത്ത നടപടി തന്നെ ഉണ്ടാകുമെന്നുള്ള സൂചനകൾ പുറത്തുവരുന്നു. ഇപ്പോൾ എന്തായാലും ഇയാൾക്കെതിരെയുള്ള ഇത്തരം പരാമർശങ്ങൾക്കെതിരെയുള്ള അന്വേഷണത്തിന് ഉത്തരവിട്ടു കഴിഞ്ഞു എന്നുള്ള വിവരങ്ങളാണ് പുറത്തുവരുന്നത്. ചോദ്യപേപ്പർ ചോർച്ചയുമായി ബന്ധപ്പെട്ട് സമരം നടത്തിയിട്ടുള്ള വിദ്യാർത്ഥികൾക്കെതിരെ അധിക്ഷേപ പരാമർശം നടത്തിയിട്ടുള്ള RSS നേതാവ് TG മോഹൻദാസിനെതിരെ ഇപ്പോൾ വിവാദ പരാമർശത്തിൽ അന്വേഷണത്തിന് ഉത്തരവിട്ടിരിക്കുകയാണ് ആഭ്യന്തരമന്ത്രി രമേശ് ചെന്നിത്തല. സൈബർ സെൽ IGP പ്രകാശനാണ് അന്വേഷണ ചുമതല ഏർപ്പെടുത്തിയിരിക്കുന്നത്. ജന്തർ മന്ദറിലെ വിദ്യാർത്ഥികളെ വെടിവെച്ചു കൊല്ലണമെന്നായിരുന്നു വിവാദമായിട്ടുള്ള പ്രസ്താവന. ഈ RSS പ്രചാരകൻ TG മോഹൻദാസിന്റെ ഈ ഒരു അധിക്ഷേപ പരാമർശത്തിൽ SFIയും AISFും അതിശക്തമായിട്ടുള്ള നടപടികൾ വേണമെന്ന് ചൂണ്ടിക്കാണിച്ച് പരാതി നൽകിയിരുന്നു. TG മോഹൻദാസ് യൂട്യൂബ് ചാനലിലൂടെയാണ് ഈ അധിക്ഷേപ പരാമർശം നടത്തിയത്. ഇത് അത്യന്തം ഗൗരവമുള്ളതാണെന്നും ഞെട്ടിപ്പിക്കുന്നതാണ് എന്നുമാണ് പരാതിയിൽ ചൂണ്ടിക്കാണിക്കുന്നത്. സംസ്ഥാന പോലീസ് മേധാവിക്കും സൈബർ പോലീസിനുമാണ് AISF പരാതി നൽകിയിരുന്നത്. ആഭ്യന്തരമന്ത്രിക്കും DGPക്കും AISF പരാതി നൽകിയെന്നുള്ള വിവരങ്ങൾ നേരത്തെ തന്നെ പുറത്തു വന്നിരുന്നു. ഇപ്പോഴത്തെ ആ പരാതിയുടെ അടിസ്ഥാനത്തിൽ നടപടികൾ തുടങ്ങിക്കഴിഞ്ഞു എന്നുള്ള സൂചനയും പുറത്തുവരുന്നു. തനിക്ക് അവസരം ലഭിച്ചിരുന്നുവെങ്കിൽ സമരം ചെയ്യുന്നവരെ വെടിവെച്ച് കൊല്ലുമെന്നായിരുന്നു മോഹൻദാസിന്റെ വിവാദ പരാമർശം. എനിക്ക് ഈ റിസർവേഷൻ കയ്യിൽ കിട്ടിയാൽ ഞാൻ എന്ത് ചെയ്യുമെന്ന് പറയാം. ജന്തർ മന്ദർ പരിസരത്ത് 4 സ്ക്വയർ കിലോമീറ്റർ പരിസരത്ത് കർഫ്യൂ പ്രഖ്യാപിക്കും. ആളുകളോട് പിരിഞ്ഞു പോകാൻ 3 തവണ ആവശ്യപ്പെടും. പിന്നെ വെടിവെക്കും. ആളുകൾ ചിതറിയോടും. കുറെ പേർ മരിക്കും, കുറെ പേർ മരിക്കില്ല. കുറെ പേർക്ക് അംഗഭംഗം സംഭവിക്കും. ഏകദേശം ഒരു 4 മണിക്കൂർ കൊണ്ട് രംഗം ശാന്തമാകും. ശവങ്ങൾ പെറുക്കി ആശുപത്രിയിലേക്ക് എത്തിക്കും എന്നതായിരുന്നു മോഹൻദാസിന്റെ വാക്കുകൾ. എന്നാൽ ഇത് കേരളത്തിൽ ഒക്കെ വലിയ രീതിയിലാണ് വിവാദങ്ങൾക്ക് വഴിവെച്ചത്. ജനാധിപത്യപരമായി പ്രതിഷേധിക്കുന്ന വിദ്യാർത്ഥികളെ വെടിവെച്ച് കൊല്ലണമെന്ന ആഹ്വാനമാണ് ഇത്തരമൊരു പരാമർശത്തിലൂടെ ഇദ്ദേഹം ഉന്നയിച്ചിരിക്കുന്നത് എന്നുള്ളതാണ് പരാതിക്കാർ ചൂണ്ടിക്കാണിക്കുന്നത്. ഒരു സാധാരണ രാഷ്ട്രീയ അഭിപ്രായ പ്രകടനമായി ഇത്തരമൊരു പരാമർശത്തെ കാണാനാവില്ല എന്ന് SFI പരാതിയിൽ ചൂണ്ടിക്കാട്ടി. പ്രതിഷേധിക്കുന്ന പൗരന്മാരെ കൂട്ടത്തോടെ കൊല്ലപ്പെടണം എന്നുള്ള ഗുരുതരമായിട്ടുള്ള ആക്ഷേപമാണ് ഇതിലൂടെ ഉന്നയിക്കുന്നത്. ഇത് വലിയ രീതിയിൽ ആഭ്യന്തരമടക്കം പരിഗണിക്കണം എന്നും അവർ ആവശ്യപ്പെട്ടു. രാജ്യത്തിന്റെ ഭരണഘടനാ മൂല്യങ്ങളെയും നിയമവാഴ്ചയെയും ജനാധിപത്യ സംവിധാനത്തെയും നേരിട്ട് വെല്ലുവിളിക്കുന്ന തരത്തിലാണ് ഇത്തരമൊരു പരാമർശം എന്നും DYFI പോലുള്ള സംഘടനകൾ ചൂണ്ടിക്കാണിക്കുന്നു. ജനാധിപത്യപരമായിട്ടുള്ള പ്രതിഷേധം നടത്തുന്ന വിദ്യാർത്ഥികളെ ലക്ഷ്യമിട്ട് സംസ്ഥാന ശക്തി ഉപയോഗിച്ച് വെടിവെപ്പ് നടത്തണമെന്നും അതിലൂടെ നിരവധി പേർ കൊല്ലപ്പെടുകയും അംഗഭംഗം സംഭവിക്കുകയും ചെയ്യണമെന്നും പരസ്യമായി പറയുന്നത് ആക്രമണത്തെ പ്രോത്സാഹിപ്പിക്കുന്നതാണെന്നും മനുഷ്യ ജീവിതത്തെ അപമാനിക്കുന്നതും സമൂഹത്തിൽ ഭീതിയും സംഘർഷവും സൃഷ്ടിക്കാൻ സാധ്യതയുള്ളതുമായിട്ടുള്ള അതീവ അപകടകരമായ പ്രസ്താവനയാണെന്നും SFI പരാതിയിൽ ചൂണ്ടിക്കാട്ടി. വീഡിയോ പ്രചരിച്ചതിന് പിന്നാലെ അധിക്ഷേപപരവും ഭീഷണിപ്പെടുത്തുന്നതുമായിട്ടുള്ള പരാമർശങ്ങൾ നടത്തിയ മോഹൻദാസിനെതിരെ നിയമ നടപടി വേണമെന്നാവശ്യപ്പെട്ട വിവിധ കോണുകളിൽ നിന്ന് ആവശ്യങ്ങൾ ഉയർന്നിരുന്നു. അതേസമയം ജന്തർ മന്ദറിലെ വിദ്യാർത്ഥി പ്രക്ഷോഭത്തിനെതിരെ വീണ്ടും അധിക്ഷേപ പരാമർശവുമായിട്ടാണ് മോഹൻദാസ് കഴിഞ്ഞ ദിവസം രംഗത്തെത്തിയത്. ബലാത്സംഗം ഇഷ്ടപ്പെടുന്ന ടീമാണ് ഇവിടെ ഉള്ളതെന്ന് യൂട്യൂബ് ചാനലിലൂടെ പുറത്തുവിട്ട പുതിയ വീഡിയോയിൽ മോഹൻദാസ് പറഞ്ഞിരുന്നു. ബലാത്സംഗം കൂട്ടബലാത്സംഗമായി നടത്തുമെന്നും
നടക്കുമെന്നും ദൈവം സഹായിച്ചതിന് പരാതി ഉണ്ടാവില്ലെന്നും ബലാത്സംഗം ഇഷ്ടപ്പെടുന്ന ടീമാണ് ഇവിടെ ഉള്ളത് എന്നുമൊക്കെയാണ് അദ്ദേഹത്തിന്റെ പരാമർശങ്ങൾ. ബലാത്സംഗം ഇഷ്ടപ്പെടുന്ന സ്ത്രീകളുണ്ടല്ലോ, പെൺകുട്ടികളുമുണ്ട്. പുനത്തിൽ കുഞ്ഞബ്ദുള്ളയുടെ ഒരു കഥയിൽ മലമുകളിലെ കുഞ്ഞബ്ദുള്ള എന്നെ വന്ന് ബലാത്സംഗം ചെയ്യുമെന്ന് ഒരു സ്ത്രീ പറഞ്ഞതായാണ് ആ കഥ അവസാനിപ്പിക്കുന്നത്. പ്രത്യേകിച്ച് ഇടതുപക്ഷ ജനാധിപത്യ മതനിരപേക്ഷ വർഗ ബഹുജന ഗുണ്ടന്മാരെല്ലാം ഈ പരിപാടികൾ ഇഷ്ടപ്പെടുന്നവരാണ്. അതിനിടയ്ക്ക് ആരെങ്കിലും ചത്തുകഴിഞ്ഞാൽ രക്തസാക്ഷിയായി എന്നിങ്ങനെയാണ് മോഹൻദാസ് പറഞ്ഞ മറ്റൊരു പരാമർശം. എന്തായാലും സമരം ചെയ്ത വിദ്യാർത്ഥികളെ കണ്ടുകൂടാ എന്ന തരത്തിലാണ് ഇപ്പോൾ പല NDA സപ്പോർട്ട് ചെയ്യുന്ന ആളുകളും കാര്യങ്ങൾ ഏറ്റെടുക്കുന്നത്. അന്ന് സ്വന്തം വിദ്യാഭ്യാസത്തിന് വേണ്ടി അല്ലെങ്കിൽ പുതിയ തലമുറയ്ക്ക് വേണ്ടി സമരം ചെയ്യാൻ വേണ്ടി എത്തിയിട്ടുള്ള ആ വിദ്യാർത്ഥികളെ തീവ്രവാദികളായിട്ടും രാജ്യദ്രോഹികളായിട്ടും ഒക്കെ തന്നെ ചിത്രീകരിക്കുന്ന ഒരു പ്രവണത ഇപ്പോൾ കണ്ടുകൊണ്ടിരിക്കുന്നത്. വലിയ രീതിയിലുള്ള ഒരു ആക്രമണവും ഇത്തരം വിദ്യാർത്ഥികൾക്ക് നേരെ ഉണ്ടാകുന്നുണ്ട് എന്നുള്ളതാണ് വസ്തുത. CJP ഉൾപ്പെടെയുള്ള ഒരു സംഘടനയടക്കം വലിയ രീതിയിൽ ചരിത്രം സൃഷ്ടിച്ചുകൊണ്ട് സമരം ചെയ്തപ്പോൾ മുട്ടുമടക്കേണ്ടി വന്ന കേന്ദ്ര സർക്കാരിന്റെ നിലപാടുകൾ നമ്മൾ കണ്ടതാണ്. അത്തരത്തിൽ ആ ഒരു സാഹചര്യത്തിലേക്ക് കേന്ദ്രത്തെ എത്തിച്ചത് കേവലം ജെൻസികളാണ് എന്നതും നമ്മൾ കണ്ടു. ആ ജെൻസി വിഭാഗത്തിൽപ്പെടുന്ന വിദ്യാർത്ഥികളെ വളഞ്ഞ് ആക്രമിക്കുന്ന തരത്തിലേക്ക് കാര്യങ്ങൾ എത്തുകയാണ്. സോഷ്യൽ മീഡിയയിൽ വളരെ വ്യത്യസ്തമായിട്ടുള്ള റീൽസുകളും മീമുകളും ഒക്കെ പങ്കുവച്ചായിരുന്നു യഥാർത്ഥത്തിൽ ഈ ഒരു പ്രൊട്ടസ്റ്റ് നടന്നത്. അത്തരം പ്രൊട്ടസ്റ്റ് നടന്ന സമയത്ത് റീലുകളും മറ്റു കാര്യങ്ങളും ഒക്കെ ചെയ്തുകൊണ്ട് സോഷ്യൽ മീഡിയയിൽ കൂടുതൽ സെൻസിറ്റീവായിട്ട് മാറിയിട്ടുള്ള ഒരു വിഷയമായി മാറ്റിയ വിദ്യാർത്ഥികളുടെ ഇൻസ്റ്റഗ്രാം അക്കൗണ്ടുകളടക്കം ഇപ്പോൾ പൊട്ടിക്കുന്ന നടപടികൾ കൈക്കൊണ്ടുവരുന്നുണ്ട്. അത് മാത്രമല്ല, സമരം അവസാനിപ്പിക്കുന്നതിന്റെ ഭാഗമായി നൽകിയിട്ടുള്ള ഉറപ്പുകൾ കേന്ദ്ര സർക്കാർ പാലിച്ചില്ല എന്നുള്ള ആരോപണവുമായിട്ട് CJP വീണ്ടും രംഗത്തേക്ക് വരുന്നു. ഇനിയും തെരുവിലേക്ക് ഇറങ്ങാനുള്ള സാധ്യതകളുണ്ട് എന്നുള്ള സൂചനകൾ നൽകിക്കൊണ്ടാണ് CJPയുടെ പുതിയ ആരോപണം. അതായത് സമരം നടന്ന സമയത്ത് സമരം അവസാനിപ്പിക്കണം എന്നുള്ള സാഹചര്യത്തിലെത്തിയപ്പോൾ ഇവിടെ സമരം ചെയ്ത ഒരു വിദ്യാർത്ഥികൾക്കെതിരെയും നടപടികൾ ഉണ്ടാകാൻ പാടില്ല, അറസ്റ്റ് ഉൾപ്പെടെയുള്ള കാര്യങ്ങൾ ഉണ്ടാകാൻ പാടില്ല എന്നുള്ള ഉറപ്പ് നൽകിയിട്ടായിരുന്നു കേന്ദ്രം ഈ സമരം അവസാനിപ്പിക്കാൻ നിർദ്ദേശം നൽകിയത്. പക്ഷേ അന്ന് നൽകിയിട്ടുള്ള ഉറപ്പ് വെറും പാഴായി എന്നും ഇപ്പോഴും പലർക്കെതിരെയും കേസും പലരും അറസ്റ്റിൽ തന്നെയാണ് എന്ന തരത്തിലുള്ള ഞെട്ടിപ്പിക്കുന്ന വിവരങ്ങൾ പുറത്തു വരുമ്പോൾ ഇനിയും ഞങ്ങൾ തെരുവോരങ്ങളിലേക്ക് ഇറങ്ങും എന്നുള്ള ഒരു മുന്നറിയിപ്പ് കൂടെ CJP നൽകുന്നു. എന്തായാലും ഡൽഹിയിലും മറ്റ് സംസ്ഥാനങ്ങളിലും പ്രതിഷേധിച്ചവർക്കെതിരായിട്ടുള്ള FIR റദ്ദാക്കുമെന്നുള്ളതൊക്കെ പാഴ്വാക്കായി എന്നുള്ള ഞെട്ടിക്കുന്ന വിവരങ്ങളാണ് ഇപ്പോൾ CJP പുറത്തുവിട്ടിരിക്കുന്നത്. വാക്ക് പാലിച്ചില്ല എങ്കിൽ വീണ്ടും പ്രതിഷേധവുമായി തെരുവിലേക്ക് ഇറങ്ങുമെന്നും ഇതോടുകൂടെ CJP മുന്നറിയിപ്പ് നൽകി. ചർച്ചയ്ക്കെത്തിയ കേന്ദ്രമന്ത്രിമാരായിട്ടുള്ള JP നദ്ദ, ജിതേന്ദ്ര സിംഗ് എന്നിവരെ ടാഗ് ചെയ്തുകൊണ്ടായിരുന്നു CJP വക്താവ് അശുതോഷ് റംഗ ആദ്യം Xൽ ഈ കാര്യം അറിയിച്ചത്. പിന്നാലെ മറ്റു വക്താവ് സൗരവ് ദാസും മുതിർന്ന അഭിഭാഷകനും കോൺഗ്രസ് രാജ്യസഭാ MP-യുമായ കപിൽ സിബലിനുമൊപ്പം CJP വാർത്താ സമ്മേളനവും നടത്തി. സമരക്കാർക്കെതിരെ ശിക്ഷാ പ്രതികാര നടപടികൾ ഉണ്ടാകില്ലെന്ന ധാരണ ലംഘിക്കപ്പെടുകയാണ്. BJP ഭരിക്കുന്ന ബീഹാർ, ബംഗാൾ സംസ്ഥാനങ്ങളിൽ നൂറുകണക്കിന് വിദ്യാർത്ഥികളാണ് അറസ്റ്റിലായിട്ടുള്ളത്. ഡൽഹിയിലും മറ്റ് സംസ്ഥാനങ്ങളിലും നൂറുകണക്കിന് വിദ്യാർത്ഥികളെ കസ്റ്റഡിയിലെടുക്കുകയോ മർദ്ദിക്കുകയോ ചെയ്തിട്ടുമുണ്ട്. സമരത്തെ പിന്തുണച്ചവരെ പോലും തടങ്കലിലാക്കിയെന്നാണ് ഡൽഹിയിൽ നിന്ന് തന്നെ പലതവണ റിപ്പോർട്ടുകൾ പുറത്തുവന്നത്. വിദ്യാർത്ഥികൾക്കെതിരായിട്ടുള്ള FIR റദ്ദാക്കപ്പെടണം എന്നുള്ളതാണ് ആവശ്യം. തടങ്കലിലുള്ള വിദ്യാർത്ഥികളെ ഉടൻ വിട്ടയക്കണം. ചർച്ചയിൽ ഉറപ്പ് നൽകിയതോടെ ഭാവിയിലും FIR പാടില്ല എന്നാണ് അറിയിച്ചതെങ്കിലും അതൊക്കെ തന്നെയാണ് നടന്നുകൊണ്ടിരിക്കുന്നത്. ഈ കാര്യത്തിൽ വീഴ്ച വരുന്ന പക്ഷം വീണ്ടും സമരത്തിന് നിർബന്ധിതമാക്കപ്പെടുമെന്ന് CJP മുന്നറിയിപ്പ് നൽകി. ഉറപ്പ് പാലിക്കാത്ത സർക്കാർ ഒറ്റതിരിഞ്ഞ് ആക്രമിക്കാനാണ് ശ്രമിക്കുന്നതെന്നാണ് നേതാക്കളുടെ പുതിയ ആരോപണം. സമരം ചെയ്ത എല്ലാവർക്കും CJP നിയമസഹായം ഉറപ്പാക്കുമെന്നും അതിനായി സാക്ഷി എന്ന് പറയുന്ന വെബ്സൈറ്റ് പേജ് തുടങ്ങിയിട്ടുണ്ട് എന്നും CJP അറിയിച്ചു. പോലീസ് അതിക്രമത്തിന്റെ ദൃശ്യങ്ങൾ ഉൾപ്പെടെ തെളിവുകൾ സൈറ്റിൽ അപ്ലോഡ് ചെയ്യണമെന്നാണ് നിർദ്ദേശം. ഇവ CJP ടീം പരിശോധിച്ച് നിയമസഹായം ലഭ്യമാക്കുമെന്ന് സൗരവ് ദാസ് വ്യക്തമാക്കി. CJPക്ക് എല്ലാ പിന്തുണയും ഉണ്ടാകുമെന്നാണ് കപിൽ സിബലും അറിയിച്ചിരിക്കുന്നത്. സമരം
സമരവുമായി ബന്ധപ്പെട്ട് രാജ്യത്തിന്റെ ഏത് ഭാഗത്തും നിയമസഹായം ലഭ്യമാക്കുമെന്നും നിയമ നടപടികൾ നേരിടുന്നവരെ സഹായിക്കുന്നതിനായി ധനസമാഹരണത്തിന് വെബ്സൈറ്റ് തുടങ്ങുമെന്നും ആർക്കും സംഭാവന ചെയ്യാമെന്നും അറിയിച്ചു. ഒരു രൂപയാണെങ്കിലും അത് സ്വീകരിക്കും. CJP ആയിരിക്കും ഫണ്ട് വിതരണം നടത്തുക. രാജ്യത്തിന്റെ പുരോഗതിക്ക് വേണ്ടിയുള്ള പ്രസ്ഥാനമായിട്ടാണ് CJP നിലകൊള്ളുന്നതെന്നും കപിൽ സിബൽ കൂട്ടിച്ചേർത്തു. എന്തായാലും ഇത്തരത്തിൽ വലിയ രീതിയിലുള്ള കാര്യങ്ങളാണ് സമരത്തിന് ശേഷവും നടന്നുകൊണ്ടിരിക്കുന്നത് എന്നുള്ളതാണ്.